മോർണിംഗ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കണോ എല്ലാവരും? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും? അതേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആവട്ടെ കേട്ടോ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഇതിപ്പം രാവിലെ ഒരു 10 മണിക്ക് ശേഷം 10 മണിക്ക് അപ്പൂസിനെ കൊണ്ടുപോയി അംഗനവാടിയിൽ കൊണ്ടാക്കി വന്നതിന് ശേഷമുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവനെ ഒന്ന് കൊണ്ടുവന്നാക്കി വന്നതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ച് ദിവസമായിട്ടോ പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട്, അപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ പഴയ വീഡിയോയിലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയോ എന്നാൽ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരിക്കും, അപ്പോസ്, വേറെ ആരുമല്ല കേട്ടോ. അപ്പോൾ അവന് എന്തിനും ഏതിനും എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അവന് എല്ലാ വീഡിയോയിലും ഇങ്ങനെ സാധാരണ ഉൾപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവനെ കാണിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് അംഗനവാടിയിൽ പോയി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിൽ അവനൊന്നും ഉൾപ്പെടാതിരുന്നത് കേട്ടോ. അവന് പിന്നെ പൊതുവേ വീഡിയോയിലൊന്നും വരാറില്ല, വല്ലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാലായി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ വന്ന് നമ്മൾ അടുക്കളയത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അടുക്കളയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പൂസിനൊക്കെ കൊണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് അങ്ങോട്ട് തീർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ മടി പിടിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് മടി പിടിച്ചിരിക്കുക, പിന്നെ ഞാൻ മാത്രമല്ലേ കഴിക്കാനുള്ളൂ, അപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട, രാത്രി ആകുമ്പോഴേക്കും ഉണ്ടാക്കുക, അങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. ഞാൻ മാത്രമാണെങ്കിൽ ഒന്നും ഉണ്ടാക്കുന്നില്ല, അങ്ങനെ വിചാരിച്ച് മടി പിടിച്ചിരിക്കും. അപ്പോൾ ചില ദിവസം എന്ത് ചെയ്യും, അംഗനവാടിയിൽ പോയതിന് ശേഷം ഏട്ടൻ വരും കേട്ടോ. അപ്പോഴാണ് മേപ്പെട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നുള്ളത് ആലോചിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇനി അവനെ അങ്ങോട്ട് പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പണികളൊക്കെ അങ്ങോട്ട് തീർത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ അതേ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് പുല്ലൊക്കെ പറിച്ചെടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാം. ഇപ്പം അങ്ങനെ അധികം പുല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെയും ഇവിടെയും കുറച്ച് പുല്ലുകളൊക്കെ ഉള്ളൂ. ഈ മുറ്റത്തില്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുറ്റത്തൊക്കെ നിറയെ പുല്ലുണ്ടാവാറുണ്ടല്ലോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, കുറച്ച് മാത്രം പുല്ലൊക്കെ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഒന്നോട് പറിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മൾ അവിടെയും ഇവിടെയുള്ള പുല്ലുകളൊക്കെ ഒന്ന് നുള്ളി പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് പറിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അങ്ങോട്ട് അടിച്ചു വാരി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ചില സമയങ്ങളിൽ ഇപ്പം ഇന്നലെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരമാണ് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അടിച്ചു വാരണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ പുല്ല് പറിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അടിച്ചു വാരിയത് കേട്ടോ. ഇനി ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് മഴയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിത് വേഗം അടിച്ചു വാരി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളെ 10 മണി ചെടിയിലുള്ള പൂക്കളൊക്കെ ഒന്ന് വിരിഞ്ഞ് വരാനാവണേ ഉള്ളൂ കേട്ടോ. നമ്മളൊക്കെ മാറ്റി കുഴിച്ചിട്ടതല്ലേ. അപ്പോൾ അതിന് ശേഷം അതൊക്കെ ഒന്ന് പിടിച്ച് വലുതായി വരാനുണ്ട് കേട്ടോ. നമ്മൾ മഴക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞ് വേനലൊക്കെ ആകുമ്പോഴേക്കൊക്കെ ഒന്ന് സെറ്റ് ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കതിലെ പൂക്കളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ 10 മണി ചെടികളൊക്കെ ഒന്ന് സംഘടിപ്പിക്കണം, അതിനുള്ള പണി. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ മുറ്റം നന്നാക്കലും അതുപോലെ തന്നെ പുല്ല് പറിക്കലും ഒക്കെ ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇന്ന് അത്യാവശ്യം വെയിലും കാണാനുണ്ട് കേട്ടോ. സാധാരണ ഇങ്ങനെ വെയിലൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ വെയിലുണ്ടെങ്കിൽ കൂടി കുറച്ചൊക്കെ എന്തായാലും നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്കൊന്നും അങ്ങനെ അധികം പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുറച്ചൊക്കെ അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാൻ എടുക്കുന്നത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ചയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് അപ്ലോഡ് ആകുമ്പോൾ ഞായറാഴ്ചയാവും കേട്ടോ. അപ്പോൾ അതേ വേഗം നമ്മൾ അടിച്ചു വരാനുള്ളതൊക്കെ ഒന്ന് അടിച്ചു വരിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പേപ്പർ കുറച്ച് അപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അങ്ങോട്ട് ബൈക്ക് കയറാത്ത ഒരു സ്ഥലമല്ലേ അവിടേക്ക്. അപ്പോൾ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്നും അത് ആ കവറിലിട്ട് വെക്കും കേട്ടോ. പേപ്പർ കൊണ്ടുവരുന്ന ഒരു കവറുണ്ട്, ആ കവറിൽ അവിടെ പേപ്പർ വെച്ചിട്ടാണ് അവർ പോവുക കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ എടുത്തുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ചില സമയങ്ങളിൽ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് മറക്കും.
അപ്പം അങ്ങനെ ഇന്ന് വൈകി പോയതാണ് പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവൻ അവിടെ പുറത്ത് നിന്ന് തന്നെ പേപ്പർ നോക്കാൻ വേണ്ടിയിട്ട് കവർ അവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ കാണുന്നത്. പിന്നെ അതേ നമ്മൾ ഇവിടെ താഴത്തൊരു വാഴക്കൊല ആയിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദിവസമായി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്ന ഒരു കൊലയാണ് ആവൽ തിന്നിട്ടുണ്ടായിരുന്നത്. വവ്വാൽ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, പകുതിയോളം ഇങ്ങനെ വവ്വാൽ കഴിച്ചു. നമ്മളെന്നും ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. പക്ഷേ നമ്മൾ നോക്കാത്ത ആ ഒരു ദിവസം മാത്രമായിരിക്കും അത് കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ 2 ദിവസം അതിൻ്റെ ഇടയിലായതുകൊണ്ട് അവിടെ തന്നെ 4-5 വാഴകൾ ഒന്നിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലായതുകൊണ്ട് നമ്മളത് പെട്ടെന്ന് ശ്രദ്ധയിൽ പെട്ടില്ല. അപ്പോൾ അങ്ങനെ അന്ന് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വന്ന് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്താണ് ഇത് മൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പൂസ് ഇന്നലെ പറഞ്ഞു അപ്പൂസ് വാഴക്കൊല വെട്ടണ്ടേന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോയി വന്ന ദിവസം കേട്ടോ. അപ്പോൾ അന്ന് ഇരുടായില്ലേ, അപ്പോൾ അങ്ങനെ വെട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ ദിവസം ഓരോരോ കാരണങ്ങളുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ദേ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ പ്ലാവിൽ ഇടിച്ചക്ക ഉണ്ടായിരിക്കണം കേട്ടോ. ആ ഒരൊറ്റൊന്ന് മാത്രമേ ഉള്ളൂ. അത് പഴഞ്ചക്കയാണ്, പക്ഷെ എന്നാലും അത് വെറുതെ നോക്കിയ സമയത്ത് കണ്ടിരിക്കുന്ന കേട്ടോ. അത് നമുക്ക് കിട്ടുമൊന്നുമില്ല കേട്ടോ. ആ തെങ്ങിൻ്റെ ഉയരം കണ്ടില്ല, അത്രയും ഉയരത്തിലാണ് പോയിരിക്കുന്നത് കേട്ടോ. ഏറ്റവും മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് കിട്ടുമൊന്നുമില്ല. എന്നാലും ചക്ക ഉണ്ടായി എന്ന് പറയുമ്പോഴൊരു സന്തോഷം ഉണ്ടാവില്ലേ. അതിപ്പോൾ ഒരു മാസം ആവണു അതുണ്ടായിട്ട് കേട്ടോ. പിന്നെ അത് എവിടുന്ന് എണ്ണിത്തണ്ട് ഇങ്ങോട്ട് വെട്ടിക്കൊണ്ടുന്ന സമയത്ത് മുകളിലെത്തിയ എണ്ണിത്തണ്ട് ഉണ്ടായിരുന്നു, താഴെ കിടക്കുന്നു കേട്ടോ. ഞാനൊക്കെ ഇവിടെ താഴത്തേക്ക് പോയി എന്ന് വിചാരിച്ചേ, പക്ഷെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ നോക്കുന്ന സമയത്ത് അത് മാത്രം അങ്ങോട്ട് ഉരുണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവൻ പൊളിച്ച് കൊണ്ടുവരാതിരുന്നത് നന്നായി. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആകെ മണ്ണായി കല്ലായി, പിന്നെ അത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിത് മൊത്തത്തിൽ പൊളിച്ച് വെക്കില്ല. ഇതൊരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കഴിച്ച് തീരില്ലല്ലോ. അപ്പോൾ ഒരു 2-3 ദിവസം 3 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളിത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പീസാക്കിയിട്ട് വെക്കുക, എന്നിട്ട് അത് 3 ദിവസത്തേക്കൊക്കെ ഉണ്ടാകുകയും. അപ്പോൾ അങ്ങനെ അതിവിടെ മുറ്റത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് പൊളിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ തന്നെയാണ് പൊളിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോയിലേക്ക് കണ്ടൻറ്റ് ഇല്ല, അത് ഇങ്ങോട്ട് കൊണ്ടു തരണം, എന്നിട്ട് വേണം എനിക്ക് പൊളിക്കാനെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ പുറം ഭാഗത്തുണ്ടായിരുന്ന മോശമായിട്ടുള്ള തണ്ടുകളൊക്കെ അവരവിടെ നിന്ന് കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്. പിന്നെ അങ്ങനെ ആ ഒരു വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതേ നമ്മൾ രാവിലെ തൊട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ ഞാനൊരു ചോറ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചോറാണിത് കേട്ടോ. ഇതിൽ ഉരുളക്കിഴങ്ങും അതുപോലെ തക്കാളിയും കൂടെ ചേർത്തിട്ട് കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ടിട്ട് ഞാൻ ചോറുണ്ടാക്കിയിരിക്കണതാണിത് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും കൂടി വെറുതെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ അങ്ങോട്ട് ഒരു നുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മൾ രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതേ നമ്മളിപ്പോൾ ഒരു ടൈം 6:30 ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലുള്ള അന്തരീക്ഷമാണിത് കേട്ടോ. രാത്രിയൊക്കെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയ സമയത്ത് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ കുത്തിവെച്ചതായിരുന്നു കേട്ടോ. രാവിലെ നേരത്തെ നീക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ചായക്ക് ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഗോതമ്പപ്പൊടിയുടെ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ ഇത് തന്നെ ഞാൻ ഒരു 3-4 എണ്ണ ഇനി ഉണ്ടാക്കാൻ ബാക്കിയുള്ളൂ കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിച്ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇന്ന് വെളുത്തുള്ളി ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 1-2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഈ ചമ്മന്തിയിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇന്ന് അതില്ലാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുത്തിരിക്കണം. പിന്നെ അതേ നമ്മൾ കറിക്ക് വെള്ളരിക്കയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വെള്ളരിക്ക അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അതും കൂടെ ഒരു 2 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ വെള്ളം കുറച്ചിട്ട് തിക്കാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കണേ. കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നാളികേരത്തിൽ ഉള്ളിയും അതുപോലെ ജീരകവും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് റെഡി ആയ ശേഷം അതിലേക്ക് കുറച്ച് കടുകും മുളകും കൂടെ നമ്മൾ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മളിന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാൻ പോണത് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതായിരുന്നു. പയർ, കയ്പ്പ, അതുപോലെ കായ, ഇത് 3ഉം കൂടിയാണ് നമ്മളിന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാറില്ല, വേറെ ഒന്നുമല്ല. കയ്പ്പ ചില സമയത്ത് ഇവിടെ
കൂട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് എന്തായാലും ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് വിചാരിച്ചിട്ട്. ഇത് ചെറിയ കായാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്, വലുതല്ല, നേന്ത്രക്കായ അല്ല കേട്ടോ, ചെറുതാണ്. ഏതോ പേരെനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആ ഒരു കായ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കായയുടെ കറ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഈ 3ഉം കൂടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇത് സാധാരണ ഞങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു അങ്ങനെ കേട്ടോ. ഇവിടെ ഇവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാത്തത്. സാധാരണ വീട്ടിൽ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക കേട്ടോ. പിന്നെ നല്ല പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കും. ഇവിടെ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉപ്പേരി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ കറിയൊക്കെ ഒന്ന് മാറ്റി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയത്തെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ പപ്പടം കാച്ചിലും അതൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതേ നമ്മൾ അടുത്ത വീട്ടിലുള്ള ഏട്ടൻ മലയ്ക്ക് പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് പ്രസാദമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതേ നമ്മൾ ഉച്ചയ്ക്ക് പപ്പടം കൂടെ ഒന്ന് കാച്ചിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പടം നേരത്തെ ഞാൻ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നില്ല, കഴിക്കാൻ നേരത്തെ കാച്ചിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതേ ചോറൊക്കെ ഉണ്ണാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്ര വിശേഷങ്ങളൊക്കെ എനിക്ക് ഇവിടെ നിന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ, കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കും. ഓക്കെ, ബൈ.